ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ഗ്രൗണ്ടിലാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എറണാകുളം നഗരത്തിൻ്റെ രാത്രി കാഴ്ചകൾ, നൈറ്റ് ലൈഫ് നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ രാത്രി കാഴ്ചകളും നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. എടപ്പള്ളി, കൊച്ചിയുടെ ബിസിയസ്റ്റ് ജംഗ്ഷൻ. മഴ പെയ്താൽ വാഹനങ്ങളുടെ റഷിനും ക്രൗഡിനും മറ്റൊരു സംഗീതം കിട്ടും. അങ്ങനെയൊന്നും ഞാൻ പറയുമെന്ന് വിചാരിക്കുന്നില്ല. നമ്മുടെ എറണാകുളത്ത് ബ്ലോക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത ആകെ ശപിക്കപ്പെട്ട ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് എടപ്പള്ളിയെ പറയാം. വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു ചായ കുടിച്ചപ്പോൾ ഒരു പൂതി. മഴയത്ത് മറൈൻ ഡ്രൈവിൽ പോയൊരു സോഡാ സർബത്ത്, ഒരു കുലുക്കി സർബത്ത് കുടിക്കണമെന്ന്. എനിക്ക് മാത്രമല്ല, കുഞ്ഞുവിനും ഉണ്ട്. അങ്ങനെ എടപ്പള്ളി വഴി യാത്ര തിരിക്കാമെന്നുള്ള രീതിയിൽ എടപ്പള്ളിയിൽ എത്തിയപ്പോൾ പെയ്യുന്നു നല്ല അടിപൊളി മഴ. എടപ്പള്ളിയിൽ നിന്ന് വരാപ്പുഴയ്ക്കും അതുപോലെ തന്നെ ചെറായി, പറവൂർ എന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ് റൂട്ടാണ് ഇത്. ലുലു മാളിന് മുന്നിലൂടെ. ലുലു മാൾ വന്നതോടെയാണ് കേട്ടോ എടപ്പള്ളി ശരിക്കും പറഞ്ഞാൽ എടപ്പള്ളിയായി മാറുന്നത്. ബിസിനസ് സ്ഥാപനങ്ങൾ വരുമ്പോഴാണല്ലോ ആ കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റികൾക്ക് ആ തിരക്കിനൊരു ഭംഗി വരുന്നത്. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പുറത്തു നിന്ന് പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളെയാണ്. ഒരുപക്ഷെ അവർക്ക് അതൊരു സ്വാതന്ത്ര്യമായിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം ഇടുക്കിയിൽ നിന്നും അതേപോലെ തന്നെ പല ഗ്രാമങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് പഠിച്ച് ചേക്കേറാൻ വരുന്ന കുട്ടികൾ അവർക്കൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെയാണ്. പ്രണയിക്കാനും അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര ജീവിതം നയിക്കാനും ഒക്കെ ആരും അവരെ കുറിച്ചൊന്നും പറയില്ലല്ലോ. ഈ എടപ്പള്ളി ജംഗ്ഷന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം, ഈ പിച്ചക്കാരുടെ ഒരു പ്രശ്നമാണ്. പിച്ചക്കാരും കച്ചവടക്കാരും ആയിട്ടുള്ള ആളുകൾ സിഗ്നലിൽ വന്നിരിക്കുന്നത്. ആ കൂട്ടത്തിലുള്ള ഏതോ ഒരു ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഉള്ള ഒരു സ്ത്രീയാണ്. ഈ ചേട്ടൻ ഇവിടെ മാന്യമായിട്ട് ചെരുപ്പ് തുന്നുന്ന ഒരു ചേട്ടൻ മഴ വന്നതോടുകൂടി വണ്ടിക്കകത്തോട്ട് കയറി ഇരിക്കുകയാണ്. പണ്ട് എടപ്പള്ളി ജംഗ്ഷനിൽ വരുമ്പോൾ ചെറുപ്പത്തിൽ ബസ്സിന് ചേരാനല്ലൂർ അതുപോലെ വരാപ്പുഴയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് മനസ്സിൽ ഭയങ്കരമായിട്ട് ഓർമ്മ നിൽക്കും. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആ ഗീവർഗീസ് പുണ്യാളന്റെ ആ ഒരു വലിയ രൂപം സ്കൂളിലെ, ആ LP സ്കൂളിലെ ആ ഒരു റിലീഫ് നിൽക്കുന്നത്. ഇതൊരു ചെറുപ്പം മുതലുള്ള ഒരു സ്പോട്ടാണ്. എടപ്പള്ളി എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത്. നോക്ക്, പൂക്കാട്ടുപടിക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. തിരക്ക് നല്ല രീതിയിലുണ്ട്. മഴയും തിരക്കും എല്ലാം കൂടി ചേർന്ന് ഈ സിറ്റി ഒരു പ്രത്യേക ഭംഗി, ഒരു പ്രത്യേക വൈബ് ഭംഗി എന്ന് കൊച്ചി ഭാഷയിൽ വേണമെങ്കിൽ പറയാം. കൊച്ചി മെട്രോ ഈ ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ പോകുന്നത് കാണാൻ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇനി ഇതിന്റെ അടിയിലൂടെയാണോ ഇതിന്റെ മുകളിലൂടെയാണോ ഇനി ഒരു ഫ്ലൈ ഓവർ ഹൈവേ പോകുന്നത് എന്ന് അറിഞ്ഞൂടാ. കൊച്ചി നഗരത്തിന്റെ ഹൃദയത്തിലൂടെ രാത്രി സ്കൂട്ടറിന് ഒരു യാത്ര. കൊച്ചിയുടെ മാർക്കറ്റിന്റെ ഇടയിലൂടെയെല്ലാം സഞ്ചരിക്കണം. ഈ റോഡുകൾ കംപ്ലീറ്റ് ഇപ്പൊ വിജനമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്ഥിരമായിട്ട് ഈ വഴിയൊക്കെ പോകുമ്പോൾ പകലൊക്കെ ഈ വഴി പോവാന്ന് രജിഷെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരിക്കും. ഈ വഴി രാത്രി എക്സ്പീരിയൻസ് ചെയ്യണത് ആദ്യമായിട്ടൊന്നും അല്ല, മുമ്പ് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ട് സിനിമയ്ക്ക് പോകാനൊക്കെ ആയിട്ട്
സൈക്കിളിലൊക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുമായിരുന്നു. അതൊക്കെ കടകളൊക്കെ അടച്ചു. നൈറ്റ് ലൈഫ് എന്ന് നമ്മൾ കൊച്ചിയെ കുറിച്ച് പറയുമെങ്കിലും ശരിക്കും കൊച്ചിയുടെ നൈറ്റ് ലൈഫ് അത്രയും വലുതല്ല. എല്ലാ കടകളും അടച്ചു. ഫുഡിന്റെ കടകൾ മാത്രമേ ഉള്ളൂ നമ്മള്. അപ്പൊ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതായിരുന്നു ഞാനും നോക്കാൻ വേണ്ടി ഇറങ്ങി. എന്തൊക്കെയുണ്ട് നമ്മൾ കാണിക്കാതാ. ഒരു ബിരിയാണി കട ഉണ്ട്. നൈറ്റ് ആൾക്കാര്, പക്ഷെ കുറെ കപ്പിൾസ് വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. ഇവിടെ പഠിക്കാൻ വരുന്നവര് മാക്സിമം എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട്. നൈറ്റ് തിരക്ക് കുറവൊന്നുമില്ല. ഇതാ കടകളൊക്കെ പൂട്ടി. ഇതാ ചേട്ടൻ പൂട്ടി പോണ്. ഇവിടെ മാർക്കറ്റിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്ന. മാർക്കറ്റിന്റെ അകത്താണ്. അതെ, നമ്മളിപ്പോ അതിന്റെ ഫ്രണ്ടിലോട്ട് എത്തും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിന്റെ ഫ്രണ്ടിൽ ശ്രീധർ തിയേറ്ററിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീധറിലെ രാത്രി സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ രജീഷ്? പണ്ട് ഇംഗ്ലീഷ് സിനിമകൾ കളിക്കണ മെയിൻ ഒരു തിയേറ്റർ ആയിരുന്നു ശ്രീധർ. പത്തിലൊക്കെ പഠിക്കണ സമയത്ത് വന്നിട്ടുണ്ട്. അതെ. ഓസ്റ്റർ ബിരിയാണി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. സംസ്ഥാന സർക്കാരിന് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നത് അവിടെ അല്ലേ? എല്ലാവരും മറൈൻ കളയാമെന്നും ഇല്ല കേട്ടോ. പിറ്റേ ദിവസം ഞാനും എൻ്റെ കുഞ്ഞും കൂടി ഒന്ന് എറണാകുളം കറങ്ങാൻ ഒന്നും കൂടി ഇറങ്ങി. സത്യത്തിൽ ഇവിടെ കയറാനുള്ള ഒരു പ്ലാനിലൊന്നും ആയിരുന്നില്ല ഞാനും കുഞ്ഞും കൂടി ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അക്വേറിയം അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറെ എക്സിബിഷൻസ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ രാത്രിയല്ലേ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന ആ ചേച്ചിയായിട്ട് കുശല സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് കുഞ്ഞും ഞാനും അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ ശങ്കറിന്റെ സിനിമയുടെ സെറ്റ് കണ്ട പോലെ തോന്നി. കാരണം ചെറിയ ചെറിയ തടാകങ്ങളും ചെറിയ ചെറിയ പുൽമേടുകളും എല്ലാം അവർ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഊഞ്ഞാലകള്, ഈ വെഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും കേട്ടോ. വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന ഈ ഗോൾഡൻ ഫിഷുകളെ എല്ലാം കാണുമ്പോൾ വേറൊരു ലോകത്ത് ചെന്നതുപോലെ തോന്നും കേട്ടോ. ഇവർക്ക് ചെറിയ രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചവർക്ക് കൊടുക്കും. ഇതിങ്ങനെ മെന്തി പൊങ്ങി ഇത് എന്താണ് പറയാ, കരയിലോട്ട് വന്ന് ഭക്ഷണം തിന്നുമ്പോൾ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇതെല്ലാം കൂടി വന്നേക്കണത്. ഞാൻ പറഞ്ഞത് ഈ ഊഞ്ഞാലയെ കുറിച്ചാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഒരു കുട്ടി സ്ഥലം പിടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിലേക്കൊന്ന് കയറിയിരുന്ന ആടെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങാനും തെന്നി അവൻ വെള്ളത്തിലോട്ട് വീഴുമോ. കുറച്ചു നേരം ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. ഇവിടെ എല്ലായിടത്തും ചെറിയ ചെറിയ സ്മോക്കുകൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് വേറൊരു സ്ഥലത്ത് ചെന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി. അതിനൊരു 30-40% അവർ വിജയിച്ചിട്ടുണ്ട് ഒരു സെറ്റ് ഇട്ടതിൽ. ഇവിടെ കാണുന്ന ഓരോ മത്സ്യവും സ്വന്തം നിറത്തിലും ചലനത്തിലും ജീവന്റെ സന്തോഷം പങ്കിടുന്നത് പോലെ നമുക്ക് തോന്നും. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും കടലിന് അടിയിൽ നിൽക്കുന്നത് പോലത്തെ ഒരു ഫീല് നമ്മൾക്ക് കൊണ്ടുവരാൻ
സെറ്റിട്ട് അവർ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല തരത്തിലും മീനുകൾ നമ്മുടെ തലയുടെ മുകളിലൂടെയും തൊട്ടടുത്തുകൂടെയൊക്കെ പായുമ്പോൾ കുട്ടികൾക്ക് ഇത് വലിയൊരു കൗതുകം ശരിക്കും സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എത്തിയത് ഒരു ചെറിയ ബുക്ക് സ്റ്റാളിലേക്കാണ്. ബുക്ക് സ്റ്റാളിൽ നിന്ന് തൊട്ടപ്പുറത്ത് കശുണ്ടി വറുത്ത് വിൽക്കുന്ന ഒരു ചെറിയ കട. കശുണ്ടി മാത്രമല്ല, പല 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 ചെറിയ ചെറിയ മിക്സ്ചർ അങ്ങനത്തെ സ്നാക്സ് വിൽക്കുന്ന ഒരു ചെറിയ കടയാണ് കേട്ടോ. $20, $30, $40 ഒക്കെയാണ് ആ സ്നാക്സുകളുടെയൊക്കെ വില. ബംഗാളിൽ നിന്നും ഡൽഹിയിൽ നിന്നും എല്ലാം വന്നേക്കുന്ന മൊബൈൽ കച്ചവടക്കാരായിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് അടുത്തത് പോയത്. അവിടെയും അതുപോലെ ചെറിയ ടോയ്സ് ഉണ്ട്, മൊബൈൽ കവറുകളുണ്ട്. അവിടെ നിന്ന് കുത്താമ്പള്ളിയിൽ നിന്ന് വരുന്ന ഇതേപോലെയുള്ള സാരികളും മുണ്ടുകളും ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പ്, പിന്നെ ടോയ്സ് വിൽക്കുന്ന ഷോപ്പ്. ടോയ്സും ഇതേപോലെ തന്നെ വെറൈറ്റി ടോയ്സ് ഉണ്ട്. ഇതാ സിഗരറ്റ് വലിക്കുന്ന അടിപൊളി തോക്ക്. ഇവിടെയും വില കമ്മിയൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല. ചില വസ്തുക്കൾ നമുക്ക് കിട്ടാൻ പാടാണ്. ചീപ്പുകളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 40 നിന്ന് 50 നിന്നൊക്കെ തുടങ്ങുന്നു വിലകള്. പണ്ട് കുട്ടിക്കാലത്ത് ഉത്സവപ്പറമ്പിലെല്ലാം വന്നിരുന്നേച്ച പഴയ കാല മിഠായികളെല്ലാം ഇവിടെയാണ് ഇടം പിടിച്ചേക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുമിക്ക മിഠായികളും ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് എത്തിയത് ഒരു പപ്പട കടയിലേക്കാണ്. ചെറിയ ചെറിയ റൗണ്ട് പപ്പടങ്ങൾ. ഇതൊക്കെ നാച്ചുറൽ ഫ്ലേവേഴ്സ് ആണെന്നാണ് ഇതിന്റെ വാദം. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പപ്പടമല്ലേ, വറുത്ത് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കറമുറാന്ന് തിന്നാൻ നല്ല രസമായിരുന്നു. അവര് വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. കത്തിക്കും അതേപോലെ തന്നെ 100, 150, 200 ഒക്കെ റേറ്റ് വരുന്ന കത്തികളാണ് കേട്ടോ. ടോയ് ഷോപ്പിന്റെ മുന്നിൽ വന്ന് കുഞ്ഞു ഇങ്ങനെ വെള്ളം ഇറക്കണ ടോയ്സ് ഒന്നും മേടിച്ചില്ല ഞങ്ങൾ. പക്ഷെ ടോയ്സ് കാണാൻ നല്ല കളർഫുള്ളും ആണ്, പ്രത്യേക രസവുമാണ്. ടോയ്സിനൊക്കെ ഒരു ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇവിടുന്ന് മേടിച്ചത്. ക്വാളിറ്റി എനിക്ക് സുഖം തോന്നിയില്ല. ഇവിടെ ഈ കണ്ട സോക്സ് എനിക്ക് വലിയ ലാഭമായിട്ട് തോന്നി കേട്ടോ. മൊബൈലിൽ കുത്തുന്ന ചെറിയ മൊബൈൽ ഫാൻ, നമുക്ക് ചൂടൊക്കെ എടുക്കുമ്പോൾ കറണ്ടൊക്കെ പോകുമ്പോൾ കാറ്റ് കൊള്ളാം. 100 രൂപയ്ക്ക് കുന്തിരിക്കം പുകയ്ക്കുന്ന ഒരു ചെറിയ ഒരു സാധനം. ഇവിടെ വന്നതിന് ശേഷം എന്നെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് പെക്കുലർ ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു ടോയ് ആണ് ഈ ടോയ്. പിന്നെ ഡിസൈൻ ചെയ്ത് ആരാണാവോ, ഒരു ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു ടോയ് ആണ് ടോയ്. ഇതിന് 100 രൂപയാണ് അവർ ടാഗ് ചെയ്യുന്നത്. അതിന്റെ തല ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ അകത്ത് കിടന്ന് ഇങ്ങനെ തിരിയുന്നത്. ഇതിന് പല എക്സ്പ്രഷൻസ് നമുക്ക് കാണാം, ആനിമേഷനിലൊക്കെ കാണുന്ന പോലെ. നിങ്ങൾ എവിടത്തെയാണ് ഇത്? തിരുവല്ലാമല എവിടെ? കുത്താമ്പള്ളി. നമ്മൾ കുത്താമ്പള്ളിക്കാരാണ് ഞങ്ങള്. തിരുവല്ലാമലയിൽ നിന്ന് വന്ന കുത്താമ്പള്ളിയിലുള്ള അടുത്ത ഒരു തുണി കച്ചവടക്കാരാണ് ഇവർ.
ഈ കാണുന്ന ജ്വല്ലറികൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ട്രെൻഡിൽ ഉള്ള സാധനങ്ങളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നിയതുകൊണ്ട് ഞാനിവിടെ നിന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് 360, 260 ഒക്കെയാണ് ഈ മാലയ്ക്കൊക്കെ റേറ്റ് വരുന്നത്. അടുത്തതായി ഞാൻ എത്തിയത് ഹാൻഡ്ലൂം ഷോപ്പിലേക്കാണ്. ഇതിന്റെ പ്രിന്റുകൾ കാണാൻ ഭയങ്കര രസമാണ്. എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു ഈ പ്രിന്റുകൾ. എനിക്ക് ഇതുപോലത്തെ ഒരു പ്രിന്റ് നേരിട്ട് എനിക്ക് ചെയ്യണം എന്നുണ്ട് ഈ കാലത്ത്. ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഡിസൈൻ ചെയ്യണം എന്നുള്ളത്. നോക്കാം, നടക്കാമെന്ന്. ഹാൻഡ്ലൂമിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് 1500 റേറ്റ് വരുന്നത്. ഇത് 1800. ഇത് 1000 രൂപയിൽ നിന്നുമെല്ലാം ഈ ഡിസൈൻസ് ആയിട്ടുള്ള സാരികളും ചുരിദാറുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് കണ്ടത് ഒരു ട്രാക്ക് ഷൂട്ട് പോലത്തെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഇതേപോലത്തെ ഡ്രസ്സുകളാണ്. 360 ഫിക്സഡ് പ്രൈസ് എന്നാണ് ആ നിൽക്കുന്ന പുള്ളി പറഞ്ഞത്. അവനെ കണ്ടിട്ട് എനിക്കൊരു വലിയ സുഖം തോന്നില്ല. കാരണം അതിലൂടെ പോകുന്ന 2-3 പെൺകുട്ടികൾ അവൻ ആവശ്യമില്ലാത്ത എന്തോ കമൻ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ക്വാളിറ്റി. എനിക്ക് ഈ 360 രൂപയ്ക്ക് ക്വാളിറ്റി, ഇതിൻ്റെ സ്റ്റിച്ചിങ് എനിക്ക് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എറണാകുളം നഗരത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ അത്തറ് കടകൾ കാണാൻ പറ്റും. പല പല ഫ്ലേവറുകൾ അവർ പറയുന്നുണ്ട്. ഞാൻ ഈ അത്തർ ഇതുവരെ ഉപയോഗിക്കാത്തത് കൊണ്ടും ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. മൗത്ത് ഫ്രഷ്നേഴ്സ് പല ഫ്ലേവറുകളിലും പല രുചിയിലുമുള്ള മൗത്ത് ഫ്രഷ്നേഴ്സ്. കോലാപൂരി ചെരുപ്പുകൾ. ഇത് ഡിസൈൻസ് കാണാൻ നല്ല രസമാണ്. ഇത് ഹാൻഡ് മെയ്ഡ് ആണ് എന്നാണ് പറയുന്നത്. മെഷീനുകളില്ലാണ്ട് കൈകൊണ്ട് ഉണ്ടാക്കുന്ന തോൽ ചെരുപ്പുകൾ. ഇതിന്റെ ഡിസൈൻസ് ഒക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അതുപോലെ അവിടെ വെച്ച് പരിചയപ്പെട്ട മുടി തഴച്ച് വളരുന്ന എണ്ണ വിൽക്കുന്ന ഒരു മൈസൂർക്കാരൻ. നിങ്ങൾ എവിടെ ഈ എണ്ണ കൊണ്ട് ചേട്ടൻ പിരട്ട ചേട്ടൻ മുടി കുഴച്ചൽ മാറി കിട്ടും, താരങ്ങളൊക്കെ മാറി കിട്ടും, മുടിക്ക് ബലം കിട്ടും, മുടിയിലുള്ള ഇതുപോലത്തെ വളരും, കഷണ്ടിക്കുന്ന മുടി ഉണ്ടാവും, അകല നിരകളൊക്കെ മാറി കിട്ടും. ഇത് പച്ചമരുന്ന് എണ്ണ. ഇത് അക്കിപ്പിക്ക കമ്മിറ്റി മൈസൂർ ഡിസ്ട്രിക്ട് ആദിവാസി ചിക്കൻ്റെ ആദിവാസി എണ്ണയുടെ പേരുണ്ടാവും. അതിൽ 150, 250 അതൊക്കെ നമ്മുടെ ആദിവാസി. എന്റെയും കുഞ്ഞിന്റെ മെയിൻ പരിപാടിയാണ് ഈ നെല്ലിക്ക ജ്യൂസ് കുടിക്കുക എന്നുള്ളത്. ചിലപ്പോൾ പുറത്തു പോകുമ്പോൾ കാന്താരി നെല്ലിക്ക ഇതൊക്കെ ഞങ്ങൾ മേടിച്ച് കുടിക്കും. കുഞ്ഞിന്റെ മെയിൻ ഇഷ്ട വിഭവം. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ നിന്നതാണ്. ഇതിന്റെ റേറ്റും വരുന്നത് 200, 300 ആ റേറ്റ് ഒക്കെ വരുന്നത്. ചെറുപ്പകാലത്ത് എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു സാധനമാണ് ഇത്. ആ കാലഘട്ടത്തിൽ എപ്പോഴും ഇത് മേടിച്ചു തന്ന ഒരു ഓർമ്മയുണ്ട് വീട്ടുകാർ. പക്ഷെ ഇത് ചെയ്യുന്ന പ്രോസസ്സ് പിൽക്കാലത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ ഇത് തന്നെ നമ്മൾ വലിയ സ്പ്രേ പെയിന്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇതൊരു നൊസ്റ്റാൾജിയാണ്. 200 രൂപയാണ് അതിനൊരെണ്ണത്തിന് വില. അങ്ങനെ എക്സിബിഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ കാർണിവൽ സെറ്റപ്പ് അവിടെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജൈന്റ് വീൽസും ആടുന്ന വഞ്ചിയും അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ടോയ് ട്രെയിനുകളും എല്ലാം. ആൾത്തിരക്ക് കുറവാണ്, കാരണം നല്ല രാത്രിയിലാണ് ഞങ്ങൾ ചെന്നേക്കുന്നത്. 1-2 പേരോ ആ ജൈന്റ് വീലിൽ കറങ്ങാൻ കയറിയാലായി. പിന്നെ ഇട ദിവസമല്ല ഞങ്ങൾ ചെന്നേക്കുന്നത്.
എക്സിബിഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഒരു സോഡാ സർബത്ത് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മള്. നോക്കാം, നമുക്ക് മറൈൻ ഡ്രൈവില് നല്ല കുലുക്കി സർബത്ത് വിൽക്കുന്ന അടിപൊളി ബൂസ്റ്റ് കുലുക്കിയൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അവിടേക്ക് നമുക്ക് യാത്ര തിരിക്കാം. ലൈഫ് അടിപൊളിയാണ്. നൈറ്റ് ലൈഫ് വേറെ മൂടാണ്. ഇവിടെ വന്നിട്ട് നൈറ്റ് നിങ്ങൾ എങ്ങനെ ഒരു കാലത്ത് ഇവിടെ കപ്പിൾസ് വന്നിരുന്നു കഴിഞ്ഞാൽ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകുന്നു. പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരുന്ന സ്ഥലം കൂടിയായിരുന്നു. അന്നൊക്കെ ഇവിടെ കപ്പിൾസോ കുട്ടികളൊക്കെ യൂണിഫോമിൽ കണ്ട പോലീസുകാർ പൊക്കിക്കൊണ്ടുപോകും. ഈ സൈഡിൽ കാണുന്ന ബോട്ടുകളൊക്കെ വിനോദസഞ്ചാരത്തിനൊക്കെ വേണ്ടി പകല് ഇറങ്ങുന്ന ബോട്ടുകളാണ്. പിന്നെ നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ചുംബന സമരം നടന്ന ഒരു സ്ഥലവും കൂടിയാണ് ടോയ് മറൈൻ ഡ്രൈവ്. അപ്പൊ ഈ യാത്ര നമുക്ക് ഇവിടെ തീർക്കണം. സോഡാ സർബത്ത് അല്ലെങ്കിൽ കുലുക്കി സർബത്ത് കുടിച്ചു. ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും വന്ന നല്ല അടിപൊളി കൈവിരുതുള്ള അല്ലെങ്കിൽ കൈപ്പുണ്യമുള്ള ചെറുക്കന്മാരാണ് ഇവിടുത്തെ സർബത്തുകളൊക്കെ ഉണ്ടാക്കുന്നത്. കൊച്ചി ശരിക്കും കപ്പിൾ ലൈഫ് ആസ്വദിക്കുന്നവർക്ക് വളരെ സ്വർഗം തുല്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വന്നിരുന്ന് കടലിലെ കാറ്റും കൊണ്ട് കായലിലെ കാറ്റും കൊണ്ട് ഒരു സോഡാ സർബത്തും ഒരു കുലുക്കി സർബത്തും കുടിച്ച് വർത്താനം പറഞ്ഞ് സ്വറയം പറഞ്ഞ് ഇരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ ഒരുപാട് അങ്ങനത്തെ കപ്പിൾസിനെയും പ്രണയിതാക്കളെയും എല്ലാം നമുക്ക് കാണാത്ത ഈ സമയത്ത് വന്നാൽ പോലും. അങ്ങനെ ഞങ്ങളൊരു മാങ്ങ കുലുക്കി സർബത്ത് കുടിക്കാം എന്ന് തീരുമാനിച്ചു. ഭയങ്കര ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ അയാള്. ഇത് അങ്ങനെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എത്ര മണി വരെ ഉണ്ടാവും? ചോദിക്കുക, സംസാരിച്ചോ.